ഹായ്, എൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ ഡിഷാണ്. പിന്നെ ചിക്കനിൽ തന്നെ നമുക്ക് തുടങ്ങാം. ചിക്കനിൽ തുടങ്ങാം. പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഗ്യാസ് കത്തിക്കാം. ഒരു പെപ്പർ ചിക്കൻ ആക്കാം. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും ഇത്. ഗ്യാസ് കത്തിക്കാം. സ്റ്റീലിൻ്റെ ഇതാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ മണ്ണിൻ്റെ ചട്ടിയോ ഉപയോഗിക്കാം. ഞാൻ സ്റ്റീലിൻ്റെ പാത്രമാണ് ഉപയോഗിച്ചത്. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ലതാസ് കിച്ചൺ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ആദ്യത്തെയാണ്, അപ്പോൾ പല തെറ്റും ഉണ്ടാവും. എണ്ണ വെച്ചു, കുറച്ചും കൂടി ഒഴിക്കാം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ കമൻറ്റ് എന്തായാലും ചെയ്യണം. എന്നാലല്ലേ തെറ്റെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ. തെറ്റ് ഒരുപാടുണ്ടാവും. ആദ്യത്തെ അല്ലേ അത്. എണ്ണ ചൂടായിട്ടാകുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ചോപ്പ് ചെയ്ത് നന്നായിട്ട് വഴറ്റാം. അധികം വഴറ്റൊന്നും വേണ്ട, ഒന്ന് വഴണ്ടാൽ മതി കേട്ടോ. എല്ലാം ഒന്ന് ചൂടായിട്ട് നന്നായിട്ട് വഴറ്റാം. പേസ്റ്റ് ഉപയോഗിക്കാം കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതിൻ്റെ, പക്ഷെ ഞാൻ പേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ ചെറിയ കഷ്ണമായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് ആ ചോപ്പറിൽ അങ്ങനെ ചെയ്തത് അത് ഉപയോഗിക്കാം. നന്നായിട്ട് വഴറ്റിയിട്ട് ഇതിലേക്ക് ഉള്ളി ഇടേണ്ടതാണ്. കുറച്ച് ഒരു പച്ചമണം ഒന്ന് മാറിയാൽ മതി. പച്ചമണം മാറിയിട്ട് നമുക്ക് ഇതിലേക്കിടാം. ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് ഉള്ളി, തക്കാളി, പിന്നെ മല്ലിയില, കരിവേപ്പില ഇതാണ് ഞാൻ കുറച്ച് റെഡിയാക്കി വെച്ചത്. ഉള്ളിയിട്ട് ഉള്ളി നന്നായിട്ട് വരട്ടാം. ഇത് പെട്ടെന്നാവും. ഇത് വേണ്ട കുറേ സാധനമൊന്നും വേണ്ട, പിന്നെ പെട്ടെന്നാവും. ഒരുപാട് സാധനം വേണ്ട. ഒന്ന് റെഡിയാക്കാൻ പറ്റും. ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് മൂക്കാണ്ട് കുറച്ച് ഉപ്പിടാം. ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കാം. മതി ഉപയോഗിക്കില്ല, അതുകൊണ്ട് കുറച്ച് എണ്ണ ഉള്ളിയെല്ലാം നന്നായിട്ട് ഒന്ന് മൂത്തിട്ടുണ്ട്. ഗോൾഡൻ കളറൊന്നും വേണ്ട കേട്ടോ. നല്ല വഴങ്ങിൽ വന്നാൽ മതി. ഇത് നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് പൊടി ചേർക്കാം, കാരണം അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. നിങ്ങളെല്ലാം ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടാവും, എന്നാലും നമ്മളോട് കാണിക്കുന്നു. തക്കാളി ചേർത്തിട്ട് അതേപോലെ തക്കാളി പിന്നെ കൂടുതൽ വേണ്ട, എന്തായാലും അത് പോകും. ചിക്കനെല്ലാം നമുക്ക് വേവിക്കാനുണ്ടല്ലോ, അപ്പം എന്തായാലും അത് പോകും. അപ്പം നമുക്കിനി കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി കുറച്ചേ കൂട്ടും കേട്ടോ. നമുക്ക് കുരുമുളക് കുറച്ചധികം കൂട്ടുന്നതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടി
തീ കുറച്ചിട്ട് തന്നെ ഇതെല്ലാം ചെയ്യാം. നല്ലോണം തീ കുറക്കാം. സിമ്മിലാക്കിയിട്ട് ഇല്ലെങ്കിൽ പൊടിയെല്ലാം കരിഞ്ഞു പോകും. മല്ലിപ്പൊടി ഇപ്പം നമുക്ക് ചേർക്കുന്നില്ല. നമുക്ക് മല്ലി തന്നെ നമുക്കൊന്ന് വറുത്തിട്ട് കുരുമുളകും മല്ലി അത് ഞാൻ കാണിക്കാം വീഡിയോ. നമുക്കൊന്ന് വറുത്തിട്ട് പൊടിക്കാം. ഓക്കെ, ഇതൊന്ന് ചൂടായിട്ടുണ്ട്. കുറച്ച് കുരുമുളക് കൂടി ഇടാം പൊടിയായിട്ട്. പക്ഷെ നമ്മൾ പൊടിച്ച് ചേർക്കുന്നുണ്ട്, എന്നാലും കുറച്ചിടാം. ഓക്കെ, ഇനി നമുക്ക് ചിക്കൻ ഇടാം. കുറച്ച് ചിക്കൻ എടുത്തിട്ടു കേട്ടോ, അങ്ങനെ കുറച്ച് ആക്കിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളന്ന് ഇട്ടാൽ ചിക്കൻ തന്നെ ഒരുപാട് വെള്ളം ഉണ്ടാവും. കുറച്ച് വെള്ളം ചേർത്തിട്ട് വേവിക്കാം. നന്നായിട്ട് ജോയിൻ്റ് ആവട്ടെ. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ടിട്ട് ഒന്നുകൂടി വെക്കാം. ഇനി കുറച്ച് ചെറുനാരങ്ങായിരുന്നു. തൈര് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. തൈര് കൂടുതൽ അധികം ആൾ ഒഴിക്കുന്നതാണ്. നമുക്ക് ചെറുനാരങ്ങ മതി. ചെറുനാരങ്ങ പിന്നെ ഇതിൽ തക്കാളി ഉണ്ടല്ലോ, ഒന്നും കൂടി ഇളക്കാം. ഇനി ഇതിലേക്ക് വേറെ വെള്ളം, ഇതിൽ വെള്ളം ഒരുപാടുണ്ടാവും. ചിക്കൻ തന്നെ കുറച്ച് ഒഴിച്ചാൽ മതി. നമുക്കൊന്ന് കറിയല്ലല്ലോ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കാം. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ കുറച്ചല്ല ഉപ്പിട്ടിട്ട് ഉള്ളിയിൽ. അപ്പോൾ ചിക്കന് പറ്റേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കോ പറ്റിയെന്നല്ല. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. നന്നായിട്ട് ഇളക്കിട്ട് തീ കൂട്ടിയിട്ട് തന്നെ ഒന്ന് തിളക്കട്ടെ. എന്നിട്ട് ചെറിയ തീയിൽ നമുക്ക് അടച്ചു വെക്കാം. അപ്പം അത് വേവും. 10-15 മിനിറ്റ് നമുക്ക് ചെറിയ തീയിൽ അടച്ചു വെക്കാം. ഒരു 15 മിനിറ്റ് വേണ്ട, ചിക്കനല്ലേ, കുറച്ച് വേവട്ടെ. എന്നിട്ട് അടച്ചു വെക്കാം. നന്നായിട്ട് തിളച്ചിട്ട് അടച്ചു വെക്കാം. ഇപ്പം എല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ അടച്ചു വെക്കും കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അടുക്കൊന്നും പിടിച്ചിട്ടില്ല. സ്റ്റീലായതുകൊണ്ട് ചിലപ്പോൾ അടിക്കൽ പിടിക്കുമോ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊന്നും വെന്തിട്ട കുറച്ചും കൂടിയും വേവുണ്ട്. അപ്പോൾ നമുക്കത് ചെറിയ തീയിൽ അടച്ചു വെക്കാം. ഇനി ഇതിലേക്ക് വേണമെന്ന പൊടി ഇങ്ങനെ ഇതുപോലെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് മല്ലി, പിന്നെ കുരുമുളക്, ഏലക്ക ഒന്നേ വേണ്ടോ കേട്ടോ, അധികം വേണ്ട. പിന്നെ പട്ട, ഇതാ ഞാൻ അത്രയും എടുത്തിട്ടു പട്ട. ഗരം മസാല ഇടുന്നവർക്ക് കുറച്ചേ വേണ്ടി വരും. പിന്നെ നമ്മൾ മറ്റേ ഗ്രാമ്പു
എല്ലാം ഈ 2, 3 അങ്ങനെ എടുത്തിട്ടുള്ളൂ. ഇത് നമുക്കൊന്ന് ചട്ടിയിൽ ചൂടാക്കാം. ചട്ടി അടുപ്പ് കത്തിക്കാം. ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാം. ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതും കൂടി ഇട്ടാൽ പൊടിച്ചിട്ടാൽ നല്ല മണം ഉണ്ടാവും. മല്ലിയുടെ മണം ഭയങ്കര ടേസ്റ്റാണ് കറികളിൽ. എല്ലാ കറിയിലും ഇങ്ങനെ പൊടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. ഇതൊന്ന് ചൂടാക്കിയിട്ട് മിക്സിയിൽ പൊടിക്കാം. ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫാക്കാം. എന്നിട്ട് നമുക്കൊന്നിത് മിക്സിയിൽ പൊടിച്ചെടുക്കാം. നൈസായിട്ടൊന്നും പൊടിയണ്ട, നല്ല കുറച്ച് ഇത് ഒന്ന് പൊടിഞ്ഞാൽ മതി. ഇതിൽ ആ പൊടി നല്ല മണമായിരിക്കും കറിയിൽ. അപ്പം ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഇതൊന്ന് തണിയണം കേട്ടോ. തണിയിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് പൊടിക്കാം. ഇങ്ങനെയാണ് ഞാൻ പൊടിച്ചത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇടാം. പൊടിയൊന്ന് ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. നല്ല ഉപ്പും എല്ലാം പറ്റിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ്. നല്ല മണം വന്നു അത് ചേർത്തിട്ടാകുമ്പോൾ. ഇത് പിന്നെ ചേർക്കാണ്ട് വെക്കാം. ഞാനതിൽ ഗരം മസാലയൊന്നും ഇട്ടിട്ടില്ലോ, അതുകൊണ്ടാണ് എല്ലാം പൊടിച്ചിട്ട് തന്നെ ചേർത്ത്. ഗരം മസാല ഇട്ടിട്ടില്ല. കുറച്ച് മുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഞാൻ അധികം കറിയിലും പൊടികൾ ചേർക്കുന്ന കുറവന്നെ, പൊടിക്കുന്നത്. അപ്പം നോക്കിയേ, അടിപൊളിയായില്ലേ? സൂപ്പറായേ. വരട്ടെ. ഇനി കുറച്ചും കൂടി ഞങ്ങൾക്ക് വെള്ളം പറ്റണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അടുപ്പത്ത് വെക്കാം. ചിക്കനെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ഡ്രൈ ആവണം കുറച്ചും കൂടി. നമുക്കിങ്ങനെ മതി എന്നാണ് തോന്നുന്നത്. നെയ്ച്ചോറിന് ആക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് മതിയാവും. ഇനി നമുക്കിതിൽ മല്ലിയില, കരിവേപ്പില ഇടാം. ഓക്കെ, ഇട്ട് കഴിഞ്ഞാൽ സംഭവം റെഡിയായി. ലാസ്റ്റ് കരിവേപ്പില, മല്ലിയില. അപ്പോൾ ആദ്യം നമുക്ക് കരിവേപ്പില ഇടാം. പിന്നെ ഇതിൽ വറുത്തിട്ടൊന്നും ഇടേണ്ട ആവശ്യമില്ല, ഒന്നും വേണ്ട. ഇപ്പം തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ മല്ലിയില. ഓക്കെ, മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് ഇടണ്ട കേട്ടോ. മല്ലിയില ചില ആൾക്ക് ഇഷ്ടപ്പെടില്ല. നല്ല മണമായിരിക്കും. ആയി, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് അടച്ചു വെക്കാം. ഓഫാക്കാം. തീ ഓഫാക്കാം. ഓഫാക്കിയിട്ടുണ്ട് ഞാൻ ഗ്യാസ്. എന്നിട്ടൊന്ന് അടച്ചു വെച്ചു.